ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീനോസ് കുക്കറി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പൊ വട്ടയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, എന്തിനു സോഫ്റ്റ് ആയിട്ടാണ് അല്ലേ നമുക്ക് ഈ വട്ടയപ്പം കിട്ടിയിരിക്കുന്നത്. വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3.5 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല പച്ചരി എടുക്കണേ, അധികം പശപ്പൊന്നും ഇല്ലാത്ത നല്ല പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ 4 മണിക്കൂർ കുതിർക്കാൻ ഇട്ട പച്ചരിയാണ് ഇത്. ഈ ഒരു സ്റ്റീൽ ഗ്ലാസിന്റെ അളവിലാണ് കേട്ടോ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് തേങ്ങ ചുരണ്ടിയത്, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3/4 ഗ്ലാസ് ചോറാണ് കേട്ടോ. പിന്നെ ഞാൻ 1.5 സ്പൂൺ ചവ്വരി, ഇതും 4 മണിക്കൂർ കുതിർത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ പച്ചരി മിക്സിയിലെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാമേ. ഇപ്പൊ ഞാനിവിടെ മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചരി ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചരിയുടെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ബാച്ച് പച്ചരി ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ച് ഒഴിക്കാമേ. ഇനി നമുക്ക് ഈ കപ്പി കാച്ചണേ. അപ്പൊ ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ അടിച്ചു വെച്ച പച്ചരിയുടെ മാവിന്ന് ഒരു തവി മാവാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, കപ്പി കച്ചാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാമേ. ഇപ്പൊ നന്നായിട്ട് ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. അപ്പൊ കൈ എടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് നമ്മുടെ പാനിന്റെ അടിയിൽ പിടിക്കും. ഇതിപ്പോ നമുക്ക് മാവ് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ഈ കപ്പി കാച്ചിയത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് നമ്മൾ എടുത്തിട്ടുള്ള സ്റ്റീൽ ഗ്ലാസ് ഫുള്ളായിട്ട് 1 ഗ്ലാസ് തേങ്ങ ചെറുകിയത് ഇടുന്നുണ്ട്. സ്റ്റീൽ ഗ്ലാസിന്റെ 3/4 ഗ്ലാസ് ചോറ് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ 1.5 സ്പൂണ് ചവ്വരി കുതിർത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 3 ഏലക്കായ പൊടിച്ചത് ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. 1/2 സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1.5 ഗ്ലാസ് പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് കപ്പി കാച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഞാനിവിടെ 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ് നമ്മളത് അടിച്ചെടുക്കാൻ പോകുന്നത്. 1 സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാമേ. ഇനി നമ്മളിപ്പം മിക്സിയിൽ അടിച്ചെടുത്തത് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങയും ചോറൊക്കെ ഇട്ട് അടിക്കുന്നത് നല്ല ഫൈനായിട്ട് നമ്മൾ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തരിതരിപ്പോട് കൂടിയിട്ട് വേണേ അടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പൊ നമുക്ക് ഈ ദോശമാവിന്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. കണ്ടില്ലേ? ഇനി നമുക്കിതൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. അപ്പൊ ഞാൻ ഇതിപ്പോ മൂടി വെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പൊ 4 മണിക്കൂറിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തതാണ്. ഇനി നമുക്ക് ഇത് കോരി ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കോരി ഒഴിക്കാം കേട്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
30 മിനിറ്റ് നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് മൂടി വെച്ച് വേവിക്കാമേ. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാട്ടോ. വട്ടയപ്പം എന്തോന്ന് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാട്ടോ. ടൂത്ത് പിക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വട്ടയപ്പം ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പൊ ഞാൻ ഇവിടെ കേക്ക് ടിന്നിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ട് വട്ടയപ്പം ഡിമോൾഡ് ചെയ്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വട്ടയപ്പം ഒന്ന് മുറിച്ച് നോക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം. നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ഈ വട്ടയപ്പം തയ്യാറാക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണേ.